കഴുതകളെ പോലെ നടുറോട്ടിൽ ആണും പെണ്ണും വ്യഭിചരിക്കും. എതിർക്കാൻ ഒരാൾ ഉണ്ടാവില്ല. അന്നത്തെ ഏറ്റവും നല്ല മഹാൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയാവും. ആ വഴിയിൽ ഒന്ന് മാറ്റടോ, ആ പെണ്ണിനെ നടുറോട്ടിൽ വ്യഭിചരിക്കുന്നു മാറ്റടോ. അയാൾ പറയാ, അസറിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ കോട്ടക്കൽ കഴിഞ്ഞ് ഏകദേശം കോഴിച്ചന ഭാഗത്തെത്തുമ്പോഴാണ് അസറിനെ കൊടുക്കുന്നത്. ഞാൻ വേറെ സ്ഥലത്തേക്ക് പോലെ പള്ളിക്കന്നെ പോണത്. അപ്പൊ ആ പള്ളിയിൽ അസർ ജമാഅത്തിന് എത്തുമെന്ന് എനിക്കറിയാം. അപ്പൊ അതിന് ഞാൻ അസർ കണക്കാക്കി പോവാം, അവിടെ നിസ്കരിക്കാം. അപ്പൊ അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, അസർ നിസ്കരിച്ചില്ല. അങ്ങനത്തെ കാണുന്നത് എന്താണ് കാണുന്നത്? ഒരു യുവാവിനെയും യുവതിയെയും ഞാൻ കണ്ടു. എവിടെയാ കണ്ടത്? ഇന്നാലിന്റെ സ്ഥലത്ത് നടുറോട്ടിൽ പച്ചപ്പകൽ വ്യഭിചരിക്കാം. ഞാനും കണ്ടു, എന്റെ ഭാര്യ കണ്ടു. നമ്മളെ കാത്തിരിച്ചോട്ടെ. قال اجعلني على خزائن الأرض فلما كلمه قال إنك اليوم لدينا مكين أمين قال اجعلني على خزائن الأرض إني حفيظ عليم حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله. ഇവിടെ സംഭവം നബിയാണ്. ആരാ നബി? യൂസുഫ് അലൈഹിസ്സലാം. ഫലമ്മ കല്ലമഹു ഖാല ഇന്നക അൽയൗമ ലദൈനാ മക്കീനുൻ അമീൻ. യൂസുഫിനെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നു അലൈഹിസ്സലാം. രാജാവിന്റെ ദർബാറിൽ തന്നെ തന്റെ പ്രൈവറ്റ് റൂമിൽ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, വല്ലാത്ത വിജ്ഞാനി തന്നെ, വല്ലാത്തൊരാള് തന്നെ, നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ. ഇന്നക അൽയൗമ ലദൈനാ മക്കീനുൻ അമീൻ. ഇന്നു മുതൽ നിങ്ങൾക്ക് എന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. നിങ്ങൾ എന്റെ അടുക്കൽ പരമവിശ്വസ്തനാണ്. കാല ഈ അവസരത്തിൽ ഇതാര് പറഞ്ഞു? രാജാവ് പറഞ്ഞു യൂസുഫിനോട് അലൈഹിസ്സലാം, ഇന്നക്കൽ യൗമ, ഇന്നത്തെ ദിവസം താങ്കൾ, ലദൈന എന്റെ അടുക്കൽ ഇന്നു മുതൽ മക്കീനുൻ വലിയ സ്ഥാനമുള്ള ആളാണ്, അമീനുൻ ഏറെ വിശ്വസ്തൻ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ നടത്തും. കാല ഈ അവസരത്തിൽ യൂസുഫ് പറഞ്ഞു അലൈഹിസ്സലാം, ഇജ്അൽനി അലാ ഖസാഇനിൽ അർളി, ഇജ്അൽനി എന്നാൽ എന്നെ ആക്കുക, അലാ ഖസാഇനിൽ അർളി ഈ നാട്ടിലെ ഖജനാവുകൾ ധനകാര്യമെല്ലാം എന്നെ ഏൽപ്പിക്കുക. ഇന്നി തീർച്ചയായും ഞാൻ ഹഫീലുൻ ധനം സൂക്ഷിക്കാൻ യോഗ്യനാണ്, അലീമുൻ കൈകാര്യം ചെയ്യാൻ ജ്ഞാനിയുമാണ്. എങ്ങനെ മുതൽ സൂക്ഷിക്കണമെന്നും എനിക്കറിയും, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എനിക്കറിയും. അതുകൊണ്ട് മുതലിന്റെ കാര്യം, നാട്ടിലെ ധനകാര്യം മുഴുവനും എന്നെ ഏൽപ്പിക്കുക. ആര് പറഞ്ഞു? സയ്യിദ്ന. ഇതിനു മുമ്പ് രാജാവ് എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ എന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണ്, നിങ്ങൾ എന്റെ അടുക്കൽ വിശ്വസ്തനാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. ആ അവസരത്തിൽ യൂസുഫ് നബി എന്ത് പറഞ്ഞു? എന്നാ എന്നെ ഏൽപ്പിക്കും കാര്യങ്ങളൊക്കെ, മുതല് കാര്യങ്ങൾ, നാട്ടിലെ ഖജനാവെങ്കിലും എന്നെ ഏൽപ്പിക്കും. രാജാവ് ഒന്ന് മൂളി. ഞാൻ നോക്കട്ടെ, ഒരു ഫൈസല ആ വിഷയത്തിൽ വരുന്നത് ബാദ സനത്തിൻ കാമില, ഒരു കൊല്ലം കഴിഞ്ഞ. ഇത് സത്യത്തിൽ യൂസുഫ് നബി പറയുന്നത് നല്ലതാ. എന്ത്? ഈ നാട്ടിൽ ആർക്കും ഈ കൈകാര്യം ചെയ്യാൻ കഴിയില്ല, അത് ഞാൻ കൈകാര്യം ചെയ്യാൻ കഴിയും ചെയ്യും. അപ്പൊ ആ നിലക്കാണ് ചോദിച്ചത്. ഈ ചോദ്യത്തിൽ എന്തില്ല? ഈ അധികാരം ആവശ്യപ്പെടുന്നതിൽ എന്തില്ല? തെറ്റില്ല കുട്ടി. ഈ അധികാരം ആവശ്യപ്പെടുന്നിടത്ത് എന്തില്ല? എന്തുകൊണ്ട്? ഈ നാട്ടിൽ ആർക്കും അത് കൈകാര്യം ചെയ്യാൻ 7 കൊല്ലം ക്ഷേമം ഉണ്ടാകും, 7 കൊല്ലം ക്ഷാമം ഉണ്ടാവും. ഇതിനിടയിൽ ഈ സമ്പത്ത് കൃത്യാക്കണം, അത് വളരെ പ്രയാസ. പരിസരത്തെ ആളുകൾ വരെ മിസ്രിലേക്ക് റേഷൻ വരും. അപ്പൊ അതെല്ലാം ക്ലിയർ ആക്കണമെങ്കിൽ വലിയ പണിയാ. അത് എനിക്കറിയുമെന്ന് ആർക്കറിയും? യൂസുഫ് നബിക്ക് അറിയും. അപ്പൊ ചോദിച്ചേ എന്തല്ല തെറ്റല്ല, പക്ഷേ സ്ഥാനാർത്ഥിയായി. സ്ഥാനാർത്ഥി എന്നല്ലേ പറയല്? സ്ഥാനാർത്ഥിനെ പോലത്തെ അമുക്ക് ലോകത്തുണ്ടാവില്ല. എന്താണ് സ്ഥാനാർത്ഥിന്റെ അർത്ഥം? സ്ഥാനത്തെ ആവശ്യപ്പെടുന്നവൻ.
ഏറ്റവും ചുരുങ്ങിയത് ഓൻ അന്തണ്ടെങ്കിൽ, ഓൻ്റെ ബാപ്പാ കണ്ടുണ്ടെങ്കിൽ ആ പേര് ഞാൻ മത്സരിച്ചോളാം, പക്ഷെ പേര് വിളിക്കരുത് അറിയും. അന്തകമ്മിയാളെ മലയാള ഭാഷന്റെ അർത്ഥം ഞാൻ തന്നെ തിരിയാതെ അന്തം വിട്ട് നടക്കല്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം? സ്ഥാനത്തെ അർത്ഥിക്കുന്നവൻ, സ്ഥാനാർത്ഥി. ആ പേര് ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വന്തം ജസദിൽ വീഴാതെ ശ്രദ്ധിക്കുക. ഇത് നബിക്ക് പോലും അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു. ശിക്ഷ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പറഞ്ഞ് ശരിയാണ്. ആ സാധനം ഭംഗിയാക്കാൻ ആ മനുഷ്യന് പക്ഷെ സ്ഥാനാർത്ഥിയായി പോയി, സ്ഥാനത്തെ ആഗ്രഹിച്ചു, നല്ലതിനാ പറഞ്ഞു. എന്നാലും അള്ളാഹു അവിടെ അടപ്പെട്ടു. പിന്നെ രാജാവ് തീരുമാനിച്ചപ്പോഴത്തിന് ഒരു കൊല്ലം ഫലൂല. ഇനി അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മിണ്ടിയിട്ടില്ലെങ്കിലോ? രാജാവ് അവിടെ തന്നെ ഏൽപ്പിക്കാൻ വന്നതാ. ഇത് വലിയ തലവേദനയാണ്. ഇത് നിങ്ങൾ കൈകാര്യം ചെയ്യ്. യൂസുഫ് അലൈഹി സ്വലാം പറയാൻ വന്നതാണ് ആര്? രാജാവ്. പക്ഷെ രാജാവിന് അള്ളാന്റെ സന്ദേശം തോന്നിപ്പിക്കൽ വേറെ വന്നത്. നമുക്ക് പിന്നാക്കാം, ആലോചിക്കട്ടെ. എന്തുകൊണ്ട് പറഞ്ഞാളാ സ്ഥാനാർത്ഥിയായി. പോന്തായി അല്ലാതെ സ്ഥാനാർത്ഥിയാവില്ല. ഓൻ പോന്തായോ? ഊനും പോന്തായി ആയപ്പോലും എൻ്റെ ബാപ്പ വരെ പോന്തായി ആകണം, അല്ലെങ്കിൽ ഇത്ര പോന്തായി ഇത്ര ഉണ്ടാവില്ല. നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങൾ വിചാരിച്ചാൽ എനിക്ക് 311 നടക്കണമെന്ന് പൂതിയില്ല, 310 കടക്കണമെന്നേ പൂതിയുള്ളൂ. അത്രയേ ഉള്ളൂ. തല കൊണ്ട് ആലോചിച്ചോ. ഇതിപ്പോ സ്ഥാനാർത്ഥിച്ചത് ആരാ? സയ്യിദുനാ യൂസുഫ്. മഅസൂമ ചെയ്തത് എന്തല്ല, ബത്തൽ മഅസൂമല്ലേ. എന്നാലും പറ്റില്ല. ഇത് മറിയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ നല്ല മനുഷ്യർക്ക് മറയുണ്ടാകാനും കാരണം, അവർക്ക് കബൂലിയത്ത് സമൂഹത്തിൽ എടുത്തു പോകാൻ കാരണം ഈ ഷറഫിന് വേണ്ടിയുള്ള ഓട്ട. വഴല് നടക്കുന്നുണ്ട്, ജനം നന്നാവില്ല. തിരുനാവായ പഞ്ചായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈ ആഴ്ച എനിക്ക് ഫോൺ ചെയ്തു. അബുദാബിയില. അയാൾ പറഞ്ഞു 2 ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ഈ പുസ്തകം കിട്ടാനുള്ള കാരണം 5 കൊല്ലം കഴിഞ്ഞിട്ട് നടക്കുമെന്ന് നിങ്ങൾ പറഞ്ഞത് നേരിട്ട് ഞാൻ കണ്ടു എന്ന് പറയാൻ വിളിക്കുക. എവിടുന്നാ കാണുന്നത്? മലപ്പുറം ജില്ലയിലെ ബഹുമാനിക്കപ്പെടുന്ന ഒരു നാട്ടിന്റെ പരിസരത്ത് നിന്ന്. എന്താണ് കണ്ടത്? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ കഴിഞ്ഞ 2 പ്രഭാഷണങ്ങൾക്ക് മുമ്പ് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, പരസ്യമായി നടുറോട്ടിൽ പച്ചപ്പകൽ ആണും പെണ്ണും യുവതി-യുവാക്കൾ വ്യഭിചരിക്കും. അവരോട് മാറി നിൽക്കുന്നു പറയാൻ ആളുണ്ടാവില്ല. ഇത് 5 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ സാർവത്രികമാവും എന്ന് കഴിഞ്ഞ 2 പ്രഭാഷണങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞു. ഇനി ഇത് ഈ മനുഷ്യൻ അയാളെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസംഗത്തിൽ പറയണം, എൻ്റെ പേര് പറയണം, എൻ്റെ മഹല്ല് പറയണം. ഞാൻ പഞ്ചായത്തെ പറഞ്ഞോളൂ. മഹല്ല് പറയും, പേരും പറയും, നമ്പറും ഉണ്ട്, നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കണ്ടത്? അപ്പൊ കണ്ടത് ഒരിക്കലും കാണാൻ പാടില്ലാത്തത്. എവിടെയാ കണ്ടത്? ഇന്നാലിന്ന സ്ഥലത്ത് കണ്ടു. മലപ്പുറം ജില്ലയിലെ ഇന്നാലിന്ന സ്ഥലത്ത് കണ്ടു. എത്ര സമയം? 4 മണി. അസറിന് ബാങ്ക് കൊടുത്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടില്ല. ഒരാണും പെണ്ണും പരസ്യമായി നടുറോട്ടിൽ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു, എന്റെ ഭാര്യ കണ്ടു. വാദനൊരു കമ്മിയില്ല, കബൂലിയത്തില്ല. ഈ പറഞ്ഞ ആളുടെ പേര് ഇപ്പൊ വിളിച്ച അയാൾ പറയും, ഇപ്പൊ ഞാൻ മൈക്കിലിട്ട് വിളിക്കാൻ എനിക്ക്. അയാൾ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് പറയാൻ ഉസ്താദേ. ഞാൻ കണ്ടു. ഞാൻ മാത്രമല്ല, എന്റെ ഭാര്യ കണ്ടു. എന്താ സംഭവം എന്താ? നസീഹത്ത് ഉപകരിക്കണില്ല. എന്താ കാരണം? കബൂലിയത്ത് നഷ്ടപ്പെട്ടു. എന്താ കാരണം? ഷറഫിന്റെയും മാലിന്റെയും പിന്നാലെയാണ് ഓടുന്നതെന്ന് പൊതുജനം മനസ്സിലാക്കി. അവിടെ കബൂലിയത്ത് ഉണ്ടാവില്ല. തലയെക്കെട്ടിന്റെ വലിപ്പം കൂടുള്ളൂ, അംഗീകാരത്തിന്റെ വലിപ്പം കൂടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയാം, അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്ന് വിചാരിക്കരുതട്ടാ. ആരും കുറ്റം പറയലല്ല കേട്ടോ ലക്ഷ്യം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എനിക്ക് തല പേരെത്തിട്ട് അന്ന് മുതൽ ഇന്ന് വരെ സുഖല്യ മനസ്സിന്. എന്താണ് ഞാൻ പറയണത്? പഠിച്ചവന് അയാളെ പേര് പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
ആവശ്യക്കാർക്ക് എൻ്റെ പേര് പറഞ്ഞോളി, എൻ്റെ മഹല്ല്, എൻ്റെ പേര് ഒക്കെ പറഞ്ഞോളി, എല്ലാം പറഞ്ഞോളി. കഴുതകളെ പോലെ നടുറോട്ടിലാണും പെണ്ണും വ്യഭിചരിക്കും. എതിർക്കാൻ ഒരാൾ ഉണ്ടാവില്ല. അന്നത്തെ ഏറ്റവും നല്ല മഹാൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയാവും. ആ വഴിയിൽ നിന്ന് മാറ്റടോ, ആ പെണ്ണിനെ നടുറോട്ടിൽ വ്യഭിചരിക്കുന്നത് മാറ്റടോ. അയാൾ പറയാ, അസറിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ കോട്ടക്കൽ കഴിഞ്ഞ് ഏകദേശം കോഴിച്ചന ഭാഗത്തെത്തുമ്പോഴാണ് അസർ ഞാൻ കൊടുക്കുന്നത്. ഞാൻ വേറെ സ്ഥലത്തേക്ക് പോലെ പള്ളിക്കനെ പോണത്. അപ്പൊ ആ പള്ളിയിൽ അസർ ജമാഅത്തിന് എത്തുമെന്ന് എനിക്കറിയാം. അപ്പൊ അതിന് ഞാൻ അസർ കണക്കാക്കി പോവാ, അവിടെ നിസ്കരിക്കാം. അപ്പൊ അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, അസർ നിസ്കരിച്ചില്ല. അങ്ങനത്തെ കാണുന്നത്. എന്താണ് കാണുന്നത്? ഒരു യുവാവിനെയും യുവതിയെയും ഞാൻ കണ്ടു. എവിടെയാ കണ്ടത്? ഇന്നാലിന്റെ സ്ഥലത്ത് നടുറോട്ടിൽ പച്ചപ്പകൽ വ്യഭിചരിക്കാം. ഞാനും കണ്ടു, എന്റെ ഭാര്യയും കണ്ടു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഈ ദീർഘായുസിന് വേണ്ടി ദ്വാർക്കും. അപ്പൊ തന്നെ മനസ്സിലിങ്ങനെ ആലോചിക്കും, അങ്ങനെ ഒരു ദീർഘായുസ് ഇനി വേണോ പഠിച്ചോന്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ കാരണം? വയലു പണ്ടൊന്നും ഇത്രല്ല. വയലില്ല. എന്ത് വയലുള്ളത്? വയലൊന്നും ഒരു വയലില്ല, ഒന്നുമില്ല. എന്ത് വയല്? ഹബീബാ നബി പറഞ്ഞു, ഒരു കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ. ആ കാലത്ത് ഒരു വൃത്തികേട് ചെയ്യുമ്പോൾ ആരെങ്കിലും കാണുമോ എന്ന് ഒരാൾ ലജ്ജിക്കുകയില്ല. അങ്ങനത്തെ ഒരു കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ. മുത്തു മുഹമ്മദ് മുസ്തഫ. ഒരു കാലം വരുമ്പോ ആ കാലത്ത് ഒരു ലജ്ജ ഉണ്ടാവില്ല. ഒരു വൃത്തികേട് ചെയ്യാൻ ഒരാൾക്കൊരു ലജ്ജ ഉണ്ടാവില്ല. ഞാൻ തിരിച്ചു വരി എന്താ പറയാൻ കാരണം? സമൂഹത്തിൽ ഇത്തരം രീതികൾ അധികരിച്ചു. ഷറഫും മാലും തേടിയാൽ പിന്നെ ഹിജാബ, പിന്നെ അല്ലാഹുവിൽ നിന്ന് ഈ വ്യക്തിക്ക് സംസാരിക്കാൻ കഴിയില്ല. ചിന്തിക്കണം. ഒരു മുസ്ലിം രാജ്യത്ത് ഇന്ന് ഇസ്രായേൽ ഈ ആഴ്ച ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ മുസ്ലിം രാജ്യം സർവാംഗീകൃത മുസ്ലിം രാജ്യവുമാണ്. അവരുടെ കയ്യിലുള്ള വെപ്പൺസിന് കയ്യും കണക്കില്ല. എന്നിട്ടും ഇസ്രായേലിന് പേടിയില്ല. എന്തുകൊണ്ട്? ഇവരുടെ കയ്യിൽ എന്തുണ്ട്? ദുആക്ക് ഇജാബത്തുള്ള പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളുണ്ട്. അവിടെ ദുആയും നടക്കുന്നുണ്ട്. അവർ വാങ്ങിക്കൂട്ടുന്ന വെപ്പൺസിന് കയ്യും കണക്കില്ല. ആ രാജ്യത്തിന്റെ കൂടെയാണ് എല്ലാ മുസ്ലിം രാജ്യങ്ങളും. എന്നിട്ട് ഇസ്രായേൽ ആകത്തേ ഉള്ളൂ, എണീറ്റെന്ന് മൂത്രിച്ചാ പോകും, ഇത്രേ ഉള്ളൂ. എന്നിട്ട് ആ രാജ്യത്തെ ഇസ്രായേൽ ആക്രമിച്ചു. എന്തുകൊണ്ട്? ഖൗഫില്ല. ഖൗഫ് ഇട്ട് കൊടുക്കേണ്ടവൻ ആരാ? അല്ലാഹു. ഇല്ല, അതില്ല. താടിയുണ്ട്, തലകെട്ടുണ്ട്, അതിന്റെ മേലെ ബട്ടുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കെതിരെ നാവിട്ട് ചിലക്കാൻ പറ്റിയ ആളുകളും ഉണ്ട്. പേടിയില്ല, ആർക്കില്ല. ലോകത്തെ ഏറ്റവും ദുർബല സമൂഹത്തിന്, ലോകത്തെ ഏറ്റവും ആളുകൾ എണ്ണം കുറഞ്ഞ ജനതയാണ് ജൂതന്മാർ. ജൂതന്മാരെ എണ്ണം കുറവാണ്. അവരെ പെണ്ണുങ്ങൾ പ്രസവിക്കൂല. നമ്മളെ പെണ്ണുകൾ ബിലാത്തി മൊയിലിനെ പോലെയാണ്, പുറത്തു പറയണ്ട. അറബി പെണ്ണുങ്ങൾ 10-14 പ്രസവിക്കും. ഇസ്രായേലി പെണ്ണുങ്ങൾ പ്രസവിക്കാൻ വലിയ മടിയാണ്. വ്യഭിചാരത്തിലാണെങ്കിലും കുട്ടി ഉണ്ടായാൽ എല്ലാ ആനുകൂല്യവും സർക്കാർ കൊടുക്കും. ഇസ്രായേലിൽ അവർക്ക് എന്ത് മതി? കുട്ടി മതി. കിട്ടണ്ടേ? പെണ്ണ് പ്രസവിക്കൂല. ഇപ്പുറത്തെ അങ്ങോട്ട് കൂടാണ്. പക്ഷേ പേടില്ല. പേടിട്ട് കൊടുക്കണവനാരാ? അല്ലാഹ്. എന്താ കാരണം? ഹിജാബ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അവർക്ക് പറ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പ്രശ്നം ഹിജാബ്.
അപ്പോൾ വളരെ വളരെ ചിന്തിക്കണം. നീട്ടുന്നില്ല, കുറച്ച് മതി. ഒരാൾ രാവിലെ സഞ്ചിയും കൊണ്ടിറങ്ങി, കണ്ടത് മുഴുവൻ അതിൽ പിടിച്ചിടും. വൈകുന്നേരം സഞ്ചിയിലെ വീട്ടിലേക്ക് തിരിച്ചെത്തി നോക്കുമ്പോ ഒന്നും ബാക്കിയില്ല. എന്തുകൊണ്ട്? സഞ്ചി കോട്ടുണ്ട്. ഒരാൾ രാവിലെ മുതൽ ഇറങ്ങി, കാര്യമായ ഒന്നും കിട്ടിയില്ല, എന്നാലും കിട്ടിയാലും ബാക്കിയുണ്ട്. എന്തുകൊണ്ട്? ഒരു മനസ്സിലായില്ല, ഒരു അരിയൊക്കെ ഉള്ളൂ കിട്ടിയിട്ട്. പറക്കണക്കിന് കിട്ടിയിട്ടില്ല, ആകെ ഒരു അരിയായിട്ടുള്ളൂ. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് മക്കൾക്കും ബാപ്പാക്കും പെണ്ണുകൾക്കും എല്ലാം കൂടി കഴിക്കാന് വെള്ളം കൂട്ടി അടിക്കാനേ പറ്റുള്ളൂ. എന്നാലും എന്തുണ്ട്? ആ അരി ഉപയോഗിക്കും. എന്തുകൊണ്ട്? ആ സഞ്ചിക്ക് ഓട്ടല്ല. നമ്മളെ സഞ്ചിക്കൊക്കെ ഓട്ടയാണ്. എന്താ പ്രശ്നം? തഹജ്ജുദ് നിസ്കരിക്കട്ടല്ലേ? ഇത്തരത്തെ ആളുകൾ തഹജ്ജുദ് നിസ്കരിച്ച ഒരു കാലം ലോക ചരിത്രത്തിൽ ഉണ്ടാവില്ല. തഹജ്ജുദ് 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 കള്ളുടിച്ചാലും തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദ് ഇല്ലാത്തൊരു പരിപാടിയില്ല. തഹജ്ജുദ് തന്നെ പണ്ട് അങ്ങനെയല്ല. പണ്ട് 1-2 മൊല്ലന്മാർ നിസ്കരിക്കും മഹല്ലിൽ, ബാക്കിയുള്ളവർക്ക് നേരല്ല. നേരം കൊടുത്തവർക്ക് കന്നൂട്ടണം. പക്ഷെ ഓര് പറഞ്ഞാൽ അല്ലാഹു തആല സ്വീകരിക്കും. എന്തുകൊണ്ട്? അവരും റബ്ബും തമ്മിൽ മറയില്ല. ഇവിടെയാണ് വിഷയം. കുറെ കാതനം സഞ്ചിക്ക് പിടിച്ചിടാൻ നോക്കണ്ട, ഒന്നും വലിയ പണിയല്ല. അതിൽ എന്ത് ചെയ്യാ? സഞ്ചി ഓട്ടണ്ടോന്ന് പരിശോധിക്കുക. ആദ്യം നീ മനസ്സിലാക്കേണ്ടത് നിന്റെ സ്ഥാനമാന മോഹം വർജിക്കുക. എനിക്ക് വേണ്ടെന്നെ എന്നെ കൂടാത്തൊരു പള്ളി കമ്മിറ്റി ഉണ്ടാവില്ല എന്ന് വെച്ച് പറയരുത്. ഇക്കൊല്ലേതായാലും ഞാനില്ല, ഞാൻ പള്ളി കമ്മിറ്റി ഒഴിവാക്കാൻ വേണ്ടി പറയല്ല, അതിനുവേണ്ടി പറയല്ല കേട്ടോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഷറഫ് വലിയ സ്ഥാനമാനങ്ങൾക്കൊരു മനുഷ്യൻ, ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ, ആ ആള് നബിയാണ്. ആ നബിയുടെ പേരിൽ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ഈ നബിയാണ് എന്ത് ചെയ്തത്? കുറ്റക്കാരനാണോ? അല്ല, പറഞ്ഞത് നന്മ തന്നെ. പക്ഷേ എന്തായിപ്പോയി? ഒരു അധികാര സ്ഥാനത്തെ ആവശ്യപ്പെട്ടു പോയി. നന്മക്ക് വേണ്ടി തന്നെ. എന്നാലും ഹിജാബുണ്ട്, എന്നാലും ഞാൻ അപ്പറഞ്ഞ ഹിജാബല്ല, എന്നാലൊരു തടയലുണ്ട്. നടക്കൂല, നടക്കൂല. വളരെ ചിന്തിക്കാം. നമ്മളൊക്കെ അവസ്ഥ എന്താ? എന്തും സ്ഥാനമാനത്തെ കുതിച്ചാൽ ഹിജാബ് ഉണ്ടാവും. കൊതിക്കുക ചെയ്യരുത്. പണം ആവശ്യമില്ലാതെ മാർഗത്തിൽ വലിച്ചു കൂട്ടരുത്. അതേസമയത്ത് അതിൽ മംദൂഹായ അവസ്ഥയും ഉണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം, 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 ചിന്തിക്കണം. എല്ലാവരും ചിന്തിക്കണം. അപ്പൊ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മനസ്സിനാ, കയ്യിനല്ല. കൈ ഞാൻ പറഞ്ഞില്ലേ, الذين ينفقون في سبيل الله, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കണം. അപ്പൊ ചെലവഴിച്ച അള്ളാഹിന്റെ മാർഗമാകണം. സലാ സബീലി ശറഫിഹി, അവന്റെ സ്ഥാനമാനത്തിന്റെ മാർഗത്തിലാണ്. ലിയുഖാല അന്നഹു ജവാദ്, അവൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയപ്പെടാൻ വേണ്ടി. ഉദാഹരണം പറയാം, ഒരു ഹദീസ് ഉണ്ട്, മുസ്ലിമിന്റെ ഹദീസ്. ഒരാൾ അള്ളാഹിനെ കോടതി കൊണ്ടുവരും, അപ്പൊ അയാൾ രക്തത്തിൽ ഇങ്ങനെ അങ്ങനെ 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 കുളിച്ച ആളാ. അപ്പൊ അള്ളാഹുവിന്റെ കോടതി എത്തിക്കഴിഞ്ഞാൽ അയാൾ പറയും, അച്ഛനെ സവാബി, എന്റെ സവാബ് കൊണ്ട് റബ്ബേ. അപ്പോൾ അള്ളാഹു ചോദിച്ചു, സവാബ് തരാന് എന്ത് പണിയെടുത്ത എനിക്ക് വേണ്ടി? അപ്പൊ അയാൾ പറയും, കാത്തൽത്തു, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധത്തിന് പോയി യുദ്ധം ചെയ്തു, എന്നെ കൊല ചെയ്യപ്പെട്ടു നിനക്ക് വേണ്ടി. അപ്പൊ അള്ളാഹു പറയും, കാത്തൽത്ത, നീ യുദ്ധത്തിന് പോയി, കുത്തിൽത്ത, നിന്നെ കൊല ചെയ്യപ്പെട്ടു. പക്ഷേ ഹബീബാൻ നബി പറയാണ്, ആർക്ക് വേണ്ടിയല്ല? എനിക്ക് വേണ്ടിയല്ല. ഇന്നക്ക ജരീഉൻ, നീ വലിയ ധീരനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ്. അത് നിന്റെ അനുശോചന യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്താനാവാത്ത വിടവ് എന്നെ എല്ലാവരും വിളിച്ചു പറഞ്ഞു. അതായിരുന്നു എന്റെ ഉദ്ദേശം. പിറ്റേന്നിറങ്ങിയ മനോരമയും ചന്ദ്രകയും സുപ്രഭാതവും പിന്നെ മാതൃഭൂമിയും എല്ലാം എന്നെ എഴുതി. ഞാൻ എന്നോടൊക്കെ പറഞ്ഞു, വലിയ വലിയ ആളാണ്, വലിയ ആളാണ്, അദ്ദേഹം ഒരു നാട്ടിന് മതിയായിരുന്നു, അതാണ് മൂപ്പര് ആഗ്രഹിച്ചതും അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആലിമിനെ കൊണ്ടുവരും, ആലിമിനെ ആദ്യമേ കൊണ്ടുവരും. ആലിമിന്റെ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ ആലിമും പറയും, അച്ഛനി എനിക്ക് എന്റെ സവാബുണ്ട് റബ്ബേ. അപ്പൊ റബ്ബേക്കും ഫലമാരാമിൽ തപ്പിയ എന്റെ അമലായത്. അപ്പോൾ പറയും, എന്താ ചെയ്തു?
തഅല്ലംതു ഞാൻ പഠിച്ചില്ലേ, ഫഅല്ലംതു ഞാൻ പഠിപ്പിച്ചില്ലേ. പകലും ജനങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് ഞാൻ നെരിയാണി ഞാൻ പായ കുത്തുന്ന ആച്ചിപ്പായിൽ ഇരുന്നിട്ട് താമ്പൊട്ടിയൊക്കെ കണ്ടൊരു പഠിച്ചോനെ. ഈ ജാതി പണി എത്ര പേർന്ന് പറഞ്ഞ് എന്തൊക്കെ ഞാൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ആയിട്ട് എന്താ ചെയ്തെന്നോ. അപ്പൊ അള്ളാഹ് പറയും ശരിയാണ്, തഅല്ലംത ഇജ്ജ് പഠിച്ചിട്ടുണ്ട്, ഫഅല്ലംത ഇജ്ജ് പഠിപ്പിച്ചിട്ടുണ്ട്, ലിയുഖാല ഇന്നക ആലിമുൻ ഇജ്ജ് വലിയ അറിവാളൻ എന്ന് പറയലായിരുന്നു ലക്ഷ്യം. അത് പറഞ്ഞിട്ടുണ്ട്. നീ ഓലത്ത് വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിക്കോ, ഇന്ത്യത്തില്ല, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും കേട്ടിട്ടില്ല. ഈ ആലിമിനെയും ആ ഷഹീദിനെയും നരകത്തിലേക്ക് വലിച്ചെറിയും. പിന്നെ ധർമ്മിഷ്ഠനെ കൊണ്ട്. അപ്പൊ ധർമ്മിഷ്ഠൻ പറയും പഠിച്ചോനെ എന്റെ സ്വഭാവമുണ്ടാ. അപ്പൊ അല്ലാഹു പറയും എന്റെ കയ്യില്. അപ്പൊ ഞാൻ എന്റെ കയ്യില് അത്രയും നിനക്ക് വേണ്ടി ദാനം ചെയ്തിട്ടുണ്ട്. നീ വലിയ ബഹുമാനിയായ മാന്യനായ വല്ലാത്ത ഔദാര്യവാനായ ഒരു കൊടുതിക്കാരൻ എന്ന് പറയലായിരുന്നു എന്റെ ലക്ഷ്യം. ഫഖദ് ഖീല അത് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഇവരൊക്കെ എന്താ ചെയ്ത്? നാടാകെ വയറിറഞ്ഞു. ഇവരൊക്കെ എന്താ ചെയ്ത്? യുദ്ധത്തിന് പോയി മരിച്ചു. ഇവരെന്താ ചെയ്ത്? ഉള്ള മുതല ചെലവാക്കി. എന്നിട്ടാ ഇവർക്ക് എന്ത് കിട്ടുന്നത്? നരകം. അതാ ഞാൻ പറഞ്ഞ ആ പൈസ കൊണ്ട് ഇറച്ചി പൊറാട്ടി നിന്നാൽ അതേ കിട്ടും. നമുക്ക് തൗഫീഖ് തരട്ടെ അല്ലാഹു തആല. അതേ സമയത്ത് ഒരു മനുഷ്യൻ ചെയ്തില്ല. ഒരാൾ വയല് കണ്ടപ്പോൾ ഒരാൾ സദസ്സിലിരുന്ന് കരഞ്ഞു. പഠിച്ചോനെ, ആ ഇൽമ് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ എത്ര മനുഷ്യന്മാരുടെ നന്നാക്കുമായിരുന്നു എന്ന് കരഞ്ഞു. പഠിച്ചോനെ, ചിന്ന ഈ പൂളക്കിളക്കണ ജാഹിലാക്കിയില്ലേ, എനിക്ക് ആയത്ത് അധിച്ചൊന്നും അറിയില്ലല്ലോ. കരഞ്ഞു. ദുനിയാവിലെ നടന്ന എല്ലാ വയലിൻ്റെയും കൂലിവനുണ്ടോ? ചെയ്തോനില്ല, ചെയ്യാത്തവനുണ്ട്. മനസ്സിലായില്ല? ഒരാൾ ധർമ്മം കൊടുക്കണ്ടപ്പോൾ വേറെ ആൾ എന്ത് പറഞ്ഞു? പഠിച്ചോനെ, എനിക്ക് മുതല് തന്നില്ലല്ലോ, തന്നില്ലെങ്കിൽ ഞാൻ കൊടുത്തിരുന്നല്ലോ. അല്ലാ, എനിക്ക് പൈസ കൊടുത്താണ് സ്വർഗം വാങ്ങായിരുന്നല്ലോ, അതിന് പൈസ തന്നില്ലല്ലോ റബ്ബേ. ദുനിയാവിലെ എല്ലാ ധർമ്മിഷ്ഠരെയും കൂലി ഒരിട്ടും. ധർമ്മിഷ്ഠനോ പറ, കൊടുത്തോനോ എന്തോ വിചാരിക്കേ പറ. ദീകാലയില്ലോ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയപ്പെടുകയാണ്. കൊടുത്തോനില്ല, കൊടുക്കാത്തോനുണ്ട്. വേറെ പറഞ്ഞോന് തല്ല് മേസറിന്ന്, വേറെ പറയാത്തോന് കൂലി. യുദ്ധത്തിന് പോകാത്തോന് കൂലി, യുദ്ധത്തിന് പോയോനൊന്നുമില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പേടിച്ചോളി. ഹിജാബാണ് പ്രശ്നം. ഹിജാബ് മാറ്റന്നെ വേണം. അതിന് ഒന്നാമത്തത് സ്ഥാനമാനങ്ങളെ കുതിച്ചാൽ ഹിജാബാവും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. വേറെ ചില കാര്യങ്ങൾ അടുത്ത ക്ലാസ് പറഞ്ഞുതരാം. സ്ഥാനമാനങ്ങൾ കുതിക്കരുത്, അത് ഒഴിവാക്കണം. മനസ്സൊന്നും അങ്ങോട്ട് വലിച്ചെറിയണം. സ്ഥാനമാനങ്ങൾ മനസ്സിന്ന് ഒഴിവാക്കുക. കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടണമെന്നില്ല. കിട്ടൽ നഷ്ടം എന്ന് വിചാരിക്കുക. പിന്നെ അതിനോട് ഹക്ക് വീട്ടാനൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിലും. ഈ കോഴിക്കോട്ടെ കാളിമാരെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു കാളി ആലിമ, ഒരു കാളി ഇവിടെ അനുജനും ആലിമ. കാളിക്ക് രോഗം ബാധിച്ച് കലശലായപ്പോൾ അനുജൻ നാടുവിട്ടു. മനസ്സിലായില്ല? റിക്കാർഡുണ്ട്. കോഴിക്കോട് കാളിമാരുടെ ചരിത്രം. ഒരു ആലിം, ഏട്ടനും ആലിമ, അനുജനും ആലിം. ഏട്ടൻ കാളിയാണ്, അനുജൻ കാളിയല്ല. കുറ്റിച്ചിറയിൽ നടന്നൊരു സംഭവം. അങ്ങനെ ഏട്ടന് രോഗം വല്ലാത്ത രോഗമായി. അപ്പോൾ രോഗം കലശലായി മരിക്കുന്നുണ്ടായപ്പോ അനുജനമേ കാണാനില്ല. പോട്ടി നോക്കി. പിന്നെ മൂപ്പരാരും കണ്ടിട്ടനല്ലേ. എന്ത് ഏട്ടൻ മരിച്ചാൽ ജനങ്ങൾ ഇയാളെ ആരാക്കും? അതിനാവൂല. പിന്നെ ജനങ്ങളൊക്കെ ബഹുമാനിക്കും. ജനങ്ങൾ ബഹുമാനിച്ചാൽ നാശവും. അങ്ങനത്തെ മനുഷ്യന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. സഹാബത്ത് ധർമ്മം കൊടുത്തിരുന്നത് എങ്ങനെയാ? സഹാബത്ത് ധർമ്മം കൊടുക്കൽ രണ്ട് കൊലത്തിലാണ്. ഒന്ന് രാത്രി വീട്ടുവാതിൽക്കൽ കൊണ്ടേക്കും, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കൊണ്ടേക്കും. വീട്ടുവാതിൽക്കൽ കൊണ്ടുവച്ചാലോ CCTV ഒന്നും ഇല്ലല്ലോ, ആരോ വന്നു പോയി ഒന്നും അറിയില്ല. അപ്പോൾ
വാതിൽ ഉറങ്ങാക്കി എന്തെങ്കിലും. അപ്പൊ വീട്ടുകാർ എന്ത് മനസ്സിലാക്കും? ഏതോ മുത്തസദ്യക്കായ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, അവരെടുത്തു നോക്കും, അവർക്കുള്ളതാണ്. ഉറങ്ങി എണീറ്റാ എല്ലാവരും ഒന്ന് പരിസരത്തൊക്കെ ഒന്ന് തപ്പി നോക്കും, ആരെങ്കിലും വല്ല വെച്ചോ. മദീന പള്ളിയിൽ ഒരു സ്വഹാബിയുടെ മകൻ സ്വഹാബി ഉറങ്ങി കിടക്കുക. എണീറ്റ് നോക്കുമ്പോ കുറച്ച് പൈസ ഉണ്ട്, നല്ല കുറച്ച് പൈസ ഉണ്ട്, ദിർഹം. അത്യാവശ്യം ഒരു മാസം കഴിഞ്ഞൂടാനുള്ള പൈസ എന്തായാലും. അതായത് പോക്കറ്റിലിട്ട് ഈ മകൻ സ്വഹാബി പോക്കറ്റിലിട്ട് പൊരീച്ചെന്ന് ബാപ്പയും ഉമ്മയൊക്കെ ഇരിക്കുന്നിടത്ത് ചിരിച്ച്, എനിക്ക് നല്ലൊരു കോൾ കിട്ടിയാണ്. എന്ത് ചോദിച്ചു? ഞാൻ പള്ളി കിടന്നുറങ്ങിയിരുന്നു, ആരോ എൻ്റെ അടുത്തോ എന്തോ വെച്ച് പോയാണ്. അപ്പൊ ബാപ്പ പറഞ്ഞു, എന്താ എടുക്കല്ലേ, വെച്ചാള് ഞാനാണ്, ഈ ചാണെങ്കിൽ നമുക്കൂല, അങ്ങോട്ട് കിടക്കുകയാണ് ഭാര്യക്കാരൻ. അപ്പൊ മുഖത്തെ കാര്യം നോക്കിയില്ല, അയാൾ ഉറങ്ങാതെ ഇത് വെച്ച് പോരാൻ വേണ്ടി മെല്ലെ 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 പോയി ഒറ്റ പാച്ചിൽ പറഞ്ഞു അയാള്. ഇത് മകനാണ് നോക്കിയില്ല. മകൻ എണീറ്റ് നോക്കുമ്പോ നല്ലൊരു കോളുണ്ട്. അത് പെരി പോയി പറഞ്ഞപ്പോ ബാപ്പ പറഞ്ഞു, എടുക്കല്ലടാ, ഇതാരാ വെച്ചേ? ഞാൻ വേറെ ആയതോ മുസാഫിരിങ്ങൾ കിടക്കാന്ന് വിചാരിച്ചു വെച്ചതാണ്, എടുക്കല്ലേ. ഏയ് ഞാൻ എടുക്കുന്ന, എനിക്ക് പഠിച്ചോണ്ടാണ് ഞാൻ എടുക്കുന്ന, പറ്റൂല എടുക്കുന്ന. അങ്ങനെ രണ്ടാളും കൂടി ഇപ്പൊ തഹക്കമായില്ല റസൂലില്ല. ഞാൻ റസൂള്ള പറഞ്ഞു കൊടുത്ത് ഞാൻ നബിന്റെ തീരുമാനം പറയട്ടെ, പോകുക എന്നാ പോകുക. ഞാൻ നബി എന്താ പറയാ, എനിക്കൊന്ന് കാണണല്ലോ. മകനും പറഞ്ഞു ആയിക്കോട്ടെ. രണ്ടാളും ചെന്നു. നബിനോട് ആ പറഞ്ഞു, നബി എന്റെ കയ്യിൽ കുറച്ച് പൈസ ബാക്കി കിട്ടി. അപ്പൊ ഞാൻ സദക്ക് കൊടുക്കാൻ വേണ്ടി ഉറങ്ങണ ആളെ നോക്കി, പള്ളിയിൽ ഒരു സാരിങ്ങളെല്ലാം കിടക്കൂലല്ലോ എന്ന് വിചാരിച്ച് മഞ്ഞ് വന്ന് ഉറങ്ങുന്നുണ്ട്. പള്ളിയിൽ ഒരാൾ മുഖത്തിയാ നോക്കിയില്ല. ഞാൻ അങ്ങോട്ട് മെല്ലെ കൊണ്ടേശി അവിടുന്ന് പോന്ന്. പിന്നെ ഇപ്പം വരുന്നേ ഇവനാണത്തെ പൈസ ഇട്ട്, ഇവനാണെങ്കിൽ ഞാൻ കൊടുക്കൂലായിരുന്നു പറഞ്ഞു. അപ്പൊ നബിയാണ് ചിരിച്ചു, ലക്കമാഹൃത്ത, നിനക്ക് കൊടുത്തവും കിട്ടി, ഓന് കിട്ടിയോ കിട്ടി, പോയിക്കോളി, ഇനി മക്കളും കൂടെ ഉണ്ടോ പോയിക്കോളൂ, നിനക്ക് കൂലിയല്ലേ വേണ്ടേ, ആ കൂലിക്ക് കൊടുത്തതോട് കൂടെ കിട്ടി. പിന്നെയോ നിനക്ക് മുതലും കിട്ടി, അപ്പൊ കൂലിയും കിട്ടി. ഇതെന്താ കാരണം? ഒരാളെ കണ്ണിന്റെ മുന്നിൽ അത് കൊടുത്താൽ അതിന്റെ പേരിൽ അയാൾ എന്നെ ബഹുമാനിച്ചിന്റെ കൂലി പോയാലോ? അപ്പോൾ ഇഖ്ലാസ് എത്രയാ? നിനക്ക് പറഞ്ഞ് മനസ്സിലായില്ല. അവരെ ചിന്ത ഇതാണ് സ്വഹാബത്ത്, ഇതാണ് വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഇതാണ് നമ്മൾ ഈ 1000 ആളെ ഒരുമിച്ച് കൂട്ടിയിട്ട് 4-5 കിലോ പിന്നെ ചീരോത്തേരി കൊടുത്തിട്ട് അല്ലാഹു അക്ബർ ഏൽപ്പിക്കണത്. ചീരോത്തേരിക്ക് 70 റുപ്യ, 5 കിലോ 350 റുപ്യ. 10 കൊടുത്താൽ എത്രയായി? 3500 റുപ്യ. സമ്മേളനത്തിന് 1.5 ലക്ഷം റുപ്യ. പുറത്തു വേണ്ട. സമ്മേളനം മൈക്കക്കാർക്ക് വന്ന മൂല്യമാർക്ക് പിന്നെ കൊടുത്തത്, അങ്ങനെ അവിടെ കൊടുത്ത് സമ്മേളനത്തിന് വണ്ടി വിളിച്ചാണ് നാടാകെ അനൗൺസ് ചെയ്തത്. എല്ലാം കൂടി ചുരുക്കി എങ്ങനെ ചുരുങ്ങിയാലും സമ്മേളനത്തിന് എത്രയായി? 1.5 ലക്ഷം റുപ്യ. 10 എടുത്താൽ 7000 റുപ്യ. 5 കിലോ അരി എടുത്താൽ 3500 റുപ്യ. ആകെ കൊടുത്തത് എത്രയാ? 3500 റുപ്യ. ചെലവായത് എത്രയാ? 1.5 ലക്ഷം. ആകെ ചുരുങ്ങിയതാ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇതൊക്കെ തന്നെ അള്ളാഹിന്റെ നോട്ടെടുത്തുപോയി, അള്ളാഹുവിന്റെ നോട്ടം എടുത്തുപോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, മനസ്സറിഞ്ഞാമേ പോലെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ത് ഒരാളും ഷറഫ് തേടന്നെ ചെയ്യരുത്. അതിന് കുറച്ച് പണിയാ, എന്നാലും അത് നടക്കൂലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഷറഫ് തേടൂല. ഞാൻ എന്നെ നിർബന്ധിച്ചല്ലാതെ ഒരു സ്ഥാനത്തിരിക്കൂല. ഞാൻ പരമാവധി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കും. നിർബന്ധിച്ചാലല്ലാതെ ഞാനൊരു സ്ഥാനത്ത് ഇരിക്കൂല എന്ന് മനസ്സുറപ്പുള്ളവർക്ക് കൈവക്കാം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ ബാപ്പ എന്നോട് 100 വട്ടം എന്നല്ല പറഞ്ഞ്, 100 വട്ടം എന്നൂല പറഞ്ഞ്, ഞാൻ മരിച്ചാലും മാലിലൊരു സ്ഥാനത്ത് ഇരിക്കരുത്. എങ്ങാനും ഇല്ല മനുഷ്യന്ന് കണ്ടോ തന്നെ ഞാൻ എന്നോട് ചോദിക്കും. അത് നമുക്ക് വേണ്ട, ഒരു സ്ഥാനത്തിരിക്കരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. എൻ്റെ വാപ്പ തന്ന വസിയത്താണ്, അത് പറഞ്ഞതിന് കയ്യും കണക്കുകയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യന് സ്ഥാനം നേടേണ്ടതല്ല, നിർബന്ധ സാഹചര്യത്തിൽ നിർബന്ധമായി അവർ താരക്കിട്ടു. സിദ്ദീഖുൽ കരഞ്ഞു, 3 ദിവസം കരഞ്ഞ് എന്തിന് കരയണ്? സ്ഥാനം ഏൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥിയല്ല,
സ്ഥാനേൽപ്പിക്കപ്പെട്ടു. അതിനോട് കരയെന്നെ എന്നെ കൊണ്ട് കഴിയൂല. ഈ ലോകത്തിലേക്ക് കഴിയണമെങ്കിൽ ഈ മനുഷ്യനെ കഴിയുള്ളൂ. കാരണം അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാനാണ്. ഈ മഹാന് കഴിയില്ലെങ്കിൽ ആൾക്കാ കഴിയ. പക്ഷേ കഴിയൂല എന്നെ പറ്റൂല, കിടക്കൂല, എനിക്ക് കിടക്കൂല. മനസ്സിലായോ? ചിന്തിക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാൽ പറയും അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. നമ്മൾ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു സഹാബിയെ ഷാമിലേക്കുള്ള യുദ്ധത്തിനുള്ള യാത്രയിൽ സൈന്യാധിപനാക്കി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ സിദ്ദീഖുൽ അക്ബർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കൂടി ആലോചിച്ചു, അയാളെ മാറ്റിയിട്ട് വേറെ ആളാക്കാം. രണ്ടാളും ആ രാത്രി തന്നെ ആളെ വീട്ടിൽ പോയി. പിന്നെ നിങ്ങൾ പടക്ക് പോരണം, പക്ഷെ സൈന്യാധിപനല്ല. തലേന്ന് സൈന്യത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന ആളാ സൈന്യാധിപൻ. പിറ്റേന്ന് മുശാവറ കൂടിയപ്പോൾ ഇവർക്ക് തോന്നി എന്ത് സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു അയാളല്ല മറ്റാളെ നല്ലത്. അങ്ങനെ അയാളെ വീട്ടിൽ പോയി പറഞ്ഞു നിങ്ങൾ യുദ്ധത്തിന് വരണം, പക്ഷെ ആരല്ല, സൈന്യാധിപനല്ല. പിറ്റേന്ന് രാവിലെ പടക്ക് പോകാനുള്ള സൈന്യം ഒരുമിച്ചിരിക്കുക. ഇയാൾ ബാക്കില. ഇന്നലെ അയാൾ ആരാ? സൈന്യാധിപനാ. അപ്പൊ ഒരു മുനാഫിഖ് വന്നിട്ട് പറഞ്ഞു മാലി അബൂബക്കർ, എന്തേ അബൂബക്കർ യഖൂലു യൗമൻ ഇന്നക ഖായിദുൽ ജയ്ഷ്. ഒരു ദിവസം പറയാ നിങ്ങൾ സൈന്യാധിപനാണ്, പിറ്റേന്ന് പറയാ അന്ത ജുൻദിയുൻ ആദി, ഒരു സാധാരണ പട്ടാളക്കാരൻ. എന്തേ അബൂബക്കറിന് പ്രാന്ത്? അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നമില്ല, എന്നെ ഇന്നലെ സൈന്യാധിപനാക്കിയപ്പോൾ ഞാൻ സന്തോഷിക്കാത്തത് കൊണ്ട് ഇന്ന് എന്നെ സാധാരണ പട്ടാളക്കാരനാക്കിയപ്പോൾ ദുഃഖം തോന്നിയില്ല. മനസ്സിലായില്ല എന്താ പറഞ്ഞ്? ഇന്നലെ എന്നെ സൈന്യാധിപനാക്കിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നാത്തത് കൊണ്ട് ഇന്ന് എന്നെ സാധാരണ പട്ടാളക്കാരനാക്കിയപ്പോൾ ദുഃഖവുമില്ല. എങ്ങനെയുണ്ട്? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ നിസ്കാരം നോമ്പും മേലക്ക് പൊങ്ങാനുള്ള ഒന്നാമത്തെ കാര്യം നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ നിന്ന് ആ ഷറഫ് തേടുന്ന പണി നമ്മൾ ഒഴിവാക്കുക. അത് ഒഴിവാക്കാൻ തന്നെ വേണം. എനിക്കൊന്നും വേണ്ട, എന്തിന് വേറൊരാളെയും കൂടെ ഞാൻ തലയിലേറ്റാൻ എനിക്ക് കഴിയൂല എന്ന് നിർബന്ധിച്ചു മനുഷ്യന്മാർ തലയിലിട്ടു. അപ്പോൾ അതിന്റെ പേരിൽ നിന്നെ സഹായിക്കപ്പെടും. ആര് സഹായിക്കും? നീയായി കുതന്ത്രത്തിലാണോ? നീ കുതന്ത്രത്തിൽ തന്നെ ജീവിക്കേണ്ടി വരും. അള്ളാഹു സഹായം ഉണ്ടാവില്ല. ഒരു സ്ഥാനം കിട്ടിയപ്പോൾ നിനക്ക് അതിന്റെ പിന്നിൽ ഒരു കുതന്ത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അള്ളാഹു തആല നിന്നെ സഹായിക്കുക. അതേ സമയത്ത് ജനം നിർബന്ധിച്ച് നിന്റെ തലയിൽ ഇട്ടതാണെങ്കിലോ അതിന്റെ പേരിൽ നിന്നെ സഹായിക്കപ്പെടും. ആര് സഹായിക്കും? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അള്ളാഹുവിലേക്കുള്ള ഹിജാബുകൾ പാഠം 1, സ്ഥാനമാന മോഹത്തെ മനസ്സറിഞ്ഞ പറയും, സ്ഥാനമാന മോഹത്തെ ഒഴിവാക്കുക. നിർബന്ധിച്ച് കഷ്ടപ്പെട്ടാലല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഏറ്റെടുക്കുക എന്ന് ഓരോരുത്തരും ഉറപ്പിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു അത് വലിയ ഹിജാബാണ്. ആ ഹിജാബിൻ്റെ ഒരു പ്രയാസം ഭയങ്കരമായിരിക്കും. അത് അള്ളാഹിൻ്റെ കോടതിയിൽ വല്ലാതെ കുടുങ്ങിപ്പോവും. അത് വല്ലാത്ത കുടുക്കായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ചെന്നായ്ക്കൾ, വിശന്ന 2 ചെന്നായ്ക്കൾ കൂടിയിട്ട് ഒരാടിനെ കേടുവരുത്തിയാൽ പോലും സ്ഥാനം തേടി നടക്കുന്ന മനുഷ്യൻ എന്റെ സമുദായത്തെ കേടുവരുത്തുന്ന അത്രയൊന്നും 2 വിശന്ന ചെന്നായ്ക്കൾ കൂടിയാലും ഒരാടിനെ കേടുവരുത്തുകയില്ല. ഒന്നുകൂടി പറയാം. എന്തെങ്കിലും വലിയ ഉപമ പറയാൻ ആടത്രേ ഉള്ളൂ. 1 ചെന്നായ്ക്കളോ 2, അവ രണ്ടും എന്തുവാണ്? വിശന്ന് പൊരിഞ്ഞ 2 ചെന്നായ്ക്കൾ ചേർന്നാൽ പോലും ഒരാടിനെ അവർക്ക് കിട്ടിയുള്ളൂ എങ്കിൽ പോലും സ്ഥാനമാനങ്ങൾ തേടി ഓടി നടക്കുന്ന മനുഷ്യർ എന്റെ സമുദായത്തിൽ ഉണ്ടാകുന്ന കാലത്ത് എന്റെ സമുദായത്തിന് അവർ വരുത്തുന്ന കേടിന്റെ അത്രയൊന്നും 2 ചെന്നായ്ക്കൾ കൂടിയാലും ഒരാടിനെ കേടുവരുത്തുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് ഇന്നത്തെ കേട്. അത് ഏറ്റവും വലിയ ഹിജാബാണ്. അപ്പൊ ഹിജാബ് നമ്പർ 1, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓട്ടം അവസാനിപ്പിക്കുക. അള്ളാഹു തരട്ടെ. അള്ളാഹു നമ്മൾ എത്തിക്കേണ്ടത് തന്നെ എത്തിക്കും. അള്ളാഹു എത്തിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സാധാരണ മനുഷ്യനാക്കലാണ്. അതിലായിരിക്കും നിനക്ക് ഖൈർ. അള്ളാഹു നമുക്ക് ഖൈർ തരട്ടെ. അള്ളാഹു നമുക്ക് തറയിലിരിക്കാനാണോ? അതിനായിരിക്കും നിനക്ക് യോഗ്യത. അതിനായിരിക്കും നിനക്ക് യോഗ്യത. എൻ്റെ അപ്പുറത്തേക്ക് എന്തിനാ പോകുന്നത്? പേടിക്കണ്ട, ആരും പേടിക്കണ്ട. റബ്ബിലേക്കുള്ള വഴി അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. റബ്ബിലേക്ക് അള്ളാഹു തആല നമുക്ക് വഴി തുറന്നു തരട്ടെ. അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ.